നമ്മളെങ്ങോട്ട് പോണേ? ഡ്രസ്സ് എടുക്കാൻ. എന്താണ്? ഹലോ ചെങ്ങന്മാരെ, ഇതാണ് നമ്മൾ ബ്രൈഡ് തനൂസ്. ഇവളെ കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബ്രൈഡിൻ്റെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ഡ്രസ്സ് എടുക്കൽ കേട്ടോ. ഞാൻ നെസി, ഫെമി, പിന്നത്ത്, ഇനി അതിൽ ഒരാളും പാടി കൂടും കുബറ കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തി. പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടോ അങ്ങനെ നാലാൾക്കാരും സെറ്റ് ആവും കേട്ടോ. മക്കളൊന്നും കൂട്ടിയിട്ടില്ല, എമി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. പിന്നെ റെജുട്ടി പിയാപ്പിളിൻ്റെ കൂടെ വരും. ഇതാണ് നമ്മളെ സ്പോട്ട്, കസവ് കേന്ദ്രം കേട്ടോ. ഇവിടെയാണ് നമ്മളെല്ലാ വെഡിങ്ങിനും ഗ്രൂമിനും, അതായത് ബ്രൈഡിനും നമുക്കൊക്കെ ഡ്രസ് കോഡ് സെറ്റാക്കൽ കേട്ടോ. എൻ്റെ 2 അനിയത്തിൻ്റെ കല്യാണത്തിന് ഇവിടെ തന്നെ അടുത്തിട്ട് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇനി റെജു വരാണ്ട്, അതേപോലെ തന്നെ കുബറയും വരാണ്ട്. കുബറ ഇവിടെ തന്നെ ഉണ്ട്, അവിടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കയറി. അപ്പോൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കുറേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ലെഹങ്കാസ് കേട്ടോ. നല്ല അടിപൊളി ലെഹങ്ക കേട്ടോ. റേറ്റും കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അത് കുറച്ച് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാൻ. അങ്ങനെ കുബറ വന്ന് അകത്തേക്ക് കയറിയപ്പോൾ നമ്മൾ 3rd ഫ്ലോറിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഷറാറ മോഡലും ചുരിദാറും അതേപോലെ തന്നെ ഗൗൺ ടൈപ്പൊക്കെ 3rd ഫ്ലോറിലാട്ടോ. അപ്പോൾ വല്ലാണ്ട് തിരക്കും കാര്യമൊന്നുമില്ല. ഒരു നമ്മൾ 12:45 അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെക്ഷനിലേക്ക് പോകണം. ആദ്യം ഷറാറ സെക്ഷനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഒരു ഏച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഏച്ചിനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഏച്ചിനെ കണ്ടിട്ടില്ല, കാരണം പേരും കാര്യവും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ബാക്കിൽ വല്ല പമ്മി വരുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ കളർ കോഡ് ബ്ലാക്കാണ് ആദ്യം പറഞ്ഞത്, ഡ്രസ് കോഡ് ആക്കാമെന്ന് കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പം ഒരാൾക്ക് പിടിക്കുന്ന കളർ, അതായത് കളറല്ല, ഒരാൾക്ക് പിടിക്കുന്ന ഡിസൈൻ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കി, കോമ്പിനേഷൻ അങ്ങോട്ട് മാറ്റി കളർ ബ്ലാക്ക് ആക്കി, പക്ഷേ ഇഷ്ടമുള്ളത് എടുക്കാമെന്നുള്ള ടൈപ്പാക്കി. ഇത് തനൂസിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണല്ലോ കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ബ്ലാക്കാണ് എല്ലാവരും, അതായത് ആണുങ്ങളും കുട്ടികളും എല്ലാവരും ഒക്കെ ബ്ലാക്കാണ്. അപ്പോൾ കുറേ ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക്, എല്ലാ ടൈപ്പും ബ്ലാക്ക്. അപ്പോൾ ഇവൻ നമുക്ക് ആദ്യം ഡ്രസ്സ് എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആഴ്ച നമ്മളെടുത്ത് കൂടെ അങ്ങോട്ട് പോയിട്ട് പാസ് ചെയ്ത് പോയി. അങ്ങനെ ആ ഏച്ചിനെ പിടിച്ചപ്പോൾ എനിക്ക് കുറവാകുന്നുണ്ട്, കാരണം നമ്മൾ വീഡിയോ എടുക്കും. നമ്മളെ പെണ്ണുങ്ങളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ്, ചെരുപ്പ്, ഓർണമെൻറ്റ്സ് അതൊക്കെ കാണുമ്പോൾ കണ്ണിങ്ങനെ മഞ്ഞളിക്കൽ എല്ലാം അതിട് എല്ലാവരും ഓരോ ഐറ്റംസ് ഇട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഫെമിയും പാടി ഇട്ടിട്ടുള്ളതാട്ടോ. ഈ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ബ്ലാക്കിനെക്കാട്ടി വേറെ മൾട്ടി കളറുകൾ നമുക്ക് കണ്ണി പിടിക്കുന്ന ബ്ലാക്ക്. നമ്മൾ കളർ മാറ്റിയാൽ അങ്ങനെ കുറേ ആലോചിച്ച് പിന്നെ നമ്മളെല്ലാവരോടും ബ്ലാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം അവിടെയുള്ള എല്ലാ ബ്ലാക്കും, കടയിലുള്ള എല്ലാ ബ്ലാക്കും വാരി വലിച്ചിട്ടുണ്ട്. ആദ്യം ചുരിദാർ സെറ്റ് നോക്കും, അതെങ്കിൽ പിന്നെ മെറ്റീരിയൽ നോക്കും, പിന്നെ എന്താ പറയുക, ഗൗണ് നോക്കും, എല്ലാം ആ ഏച്ചിട്ടാണ്. നല്ല അടിപൊളി ഏച്ചിയാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഏച്ചിനെ പരിചയപ്പെട്ടാൽ മതിട്ടോ. നല്ല അടിപൊളി. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് കോഡുകളുണ്ട് കേട്ടോ, പക്ഷേ ഇതൊക്കെ നല്ല ആർഭാട കളറുകളായി പോയിട്ടോ. പിന്നെന്താ, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് നല്ല റേറ്റും. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പൈസക്ക് അനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കില്ല. നമ്മൾ വലിയ സാധനങ്ങൾ എടുത്തുകൊണ്ടും ഇതൊക്കെ നല്ല ഒരു 4000 ഒക്കെ, അത് നല്ല ഭംഗിയുള്ള സാധനമാണ് കേട്ടോ. പക്ഷേ 4000 എന്നൊക്കെ ഉണ്ട്. കാരണം ഇതിൽ നമ്മൾ ഏതാണ് എടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഏത് ഡ്രസ്സായിരിക്കും ഞാൻ എടുത്തത് എന്നുള്ളത്. നമ്മളെ മണവാട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ നിന്ന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൗസിൻ്റെ ലൈനിങ്ങിൻ്റെ പീസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഗൗണിലേക്ക് പോവും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ ഏകദേശം എനിക്ക്, റെജുട്ടിക്ക്, മിന്നത്തിന്, ഫെമിക്ക്, നമ്മൾ 4 ആൾക്കാരും സെറ്റായിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ട് പറയാൻ കേട്ടോ. ഞാൻ വേറെ ഏതെങ്കിലും ഇപ്പോൾ ബില്ലടിക്കാൻ പോവാണ്. ടോട്ടൽ എമൗണ്ട് ഒന്നും പറയുന്നില്ല. നമ്മൾ ഏകദേശം എല്ലാവരും സെറ്റാക്കി. ഇനി ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകട്ടെ. നമ്മൾ ബില്ല് പേ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ സാധനങ്ങൾ കിട്ടിയിട്ട്, അപ്പോൾ 2 ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല, കുബറക്കും കിട്ടിയിട്ടില്ല, അതേപോലെ നെസിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ബില്ല് ചെയ്യുന്ന താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ മെറ്റീരിയൽസൊക്കെ ഉള്ളത്. നമുക്ക് ജുബ്ബ, അതേപോലെ തന്നെ കുർത്ത, ലെഹങ്ക, ഗൗണ്, ഫ്ലെയർ ടൈപ്പ് എല്ലാതും അടിക്കാൻ പറ്റിയ തുണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നെസിക്കും അതേപോലെ തന്നെ കുബറക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മാനാഞ്ചിറ ഓട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മിഠായി തെരുവിലേക്കാട്ടോ. മിഠായി തെരുവിൽ ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ നമ്മൾ ഉള്ളോട്ട് കയറിയപ്പോൾ അത് ഏകദേശം നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ലീവും പാടിയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോയിൻകോണ്ടുള്ളിൽ കേട്ടോ. അവിടുന്ന് കുബറക്കും നെസിക്കും കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോയിൻകോണ്ടുള്ളിൽ കയറി. അപ്പോൾ അവിടുന്ന് അവർക്ക് 2 ആൾക്കും ഡ്രസ്സും കിട്ടി. അങ്ങനെ കുബറയും നെസിയും ഇങ്ങനെ അളിങ്കാക്കൻ്റെ കൂടെ പോയി. പിന്നെ അവിടെ അവിടുന്ന് മിന്നത്തിൻ്റെ വാക്ക ഷവർമയും കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ഓരോ പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട്. സോസ് കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയം, ഒറ്റ നിൽക്കൽ ഇഷ്ടം പോലെ വന്ന്.
പിന്നെ നമ്മളിതാ മരുഭൂമിയിൽ മഴ പെയ്ത പോലെ കേട്ടോ നമുക്ക് തോന്നിയത്, അത്രയും കഴിക്കാതെ നിന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.